ഇപ്പോൾ നമ്മുടെ ഈ ക്യാമ്പയിൻ്റെ പേര് തന്നെ ലീഡ് ഹേർഷിപ്പ് എന്നുള്ളതാണ്. ഈ സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു ലീഡിങ് റോളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്, ഒരു പേരിനെങ്കിലും മേ ബി ഒന്നൊന്ന് പോളിഷ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർക്കായിരിക്കില്ല മുഖ്യ ചുമതലകളൊന്നും. എനിക്ക് തോന്നുന്നു ഈ അതൊരു സേവന രംഗത്തും മേ ബി അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. സോ വിമനെ അല്ലെങ്കിൽ സ്ത്രീകളെ ഒന്നുകൂടെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ, ലീഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് വരാൻ അവരെ നമുക്ക് എങ്ങനെയൊക്കെ ഇൻസ്പയർ ചെയ്യാം? ഓക്കെ, താങ്ക് യു ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. ഞാനൊരു ചെറിയൊരു വാട്സാപ്പിൽ കിട്ടിയൊരു ഫോർവേഡ് പറയാം. ഒരു ഭാര്യയും ഭർത്താവും കൂടി അടി കൂടിയിരിക്കാം. അപ്പോൾ ഭർത്താവ് പുറത്തു പോയിട്ട് വന്നിരിക്കാം. അപ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങൾ എവിടെയാണ് പോയത്? അപ്പോൾ ഞാൻ രമേശിൻ്റെ വീട്ടിലുണ്ടായിരുന്നു പറയും. അപ്പോൾ ഭാര്യ വേഗം ഫോൺ എടുത്ത് രമേശിനെ വിളിക്കും. അപ്പോൾ രമേശ് പറയും, ആ മൂപ്പരിതാ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടുള്ളൂ, ഇവിടെ ഉണ്ട് പറയും. അപ്പോൾ എന്തോ ഒരു സംശയം തോന്നിയിട്ട് രമേശ് അടുത്ത സുരേഷിനെ വിളിക്കും, അടുത്ത ഫ്രണ്ടിനെ വിളിക്കും. ഓ മൂപ്പര് ബാത്റൂമിലുണ്ട്, ഞാൻ ഫോൺ കൊടുക്കണോ ചോദിക്കും. മൂന്നാമത്തെ ഒരു ഫ്രണ്ടിനെ വിളിക്കും, അവനും പറയും, ഇപ്പതാ എൻ്റെ ഭാര്യയുടെ കൂടെ സംസാരിച്ചാൽ കുട്ടിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കണോ, ഞാൻ വേണമെങ്കിൽ ഫോൺ കൊടുക്കാം, അല്ലെങ്കിൽ കുട്ടി കരയോ. അതാണ് ഭർത്താവിൻ്റെ 3 ഫ്രണ്ട്സ് പറഞ്ഞ ഡയലോഗാണ്. ഇതേ കാര്യം ഭാര്യ പുറത്തു പോയ സമയത്ത് ഭർത്താവ് ചോദിക്കും, നീ എവിടെയാ പോയത്? അപ്പോൾ അവൾ ശരിക്കും പുറത്തു പോയതാണ്. അവളുടെ ഫ്രണ്ടിനെ വിളിക്കും, അയ്യോ ഞാൻ അവളെ കണ്ടിട്ട് ഒരാഴ്ചയായി. ശരിക്കും ആക്ച്വലി ഇവരുടെ കൂടെ പോയി വന്നതാണ്. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാലോ എൻ്റെ വീട്ടുകാരറിഞ്ഞാലോ പേടിയാവോ എന്നുള്ള രീതിയിൽ ഇവർ 4 പേരും കൂടി ട്രിപ്പ് അടിച്ച് വന്നതാണ്. അപ്പോൾ ആദ്യം പറയും, ഞാൻ കണ്ടിരുന്നു, ഞാൻ വേണമെങ്കിൽ വിളിച്ചിട്ട് എവിടെയാന്ന് പറയാം. അടുത്ത ആൾ പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, അതെ അറിയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു. ഇതൊരു തമാശയായിട്ട് വാട്സാപ്പ് കിട്ടിയ ഫോർവേഡാണ്. പക്ഷെ ദിസ് ഈസ് എ റിയാലിറ്റി എന്ന് നമ്മളും കൂടി കുറച്ച് ആക്സെപ്റ്റ് ചെയ്യണം. ലോട്ട് ഓഫ് ചേഞ്ചസ് ഉണ്ട്, ഹാപ്പനിങ് ആണ്. എന്നാൽ പോലും ഇപ്പം എൻ്റെ കൂടെ ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്ത് നമ്മളൊരു ലെവലിൽ എത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ എത്ര പേര് അവിടെ എത്തിച്ചു? ഒരു ലേഡി ഒറ്റയ്ക്ക് ഒരു ലെവലിൽ എത്തി, യെസ് റൈറ്റ്. എൻ്റെ കൂടെ എത്ര പേരെ അവിടെ എത്തിക്കാൻ എനിക്ക് സാധിച്ചു? അവിടെയാണ് ലീഡർഷിപ്പ് വരുന്നത്. അത് ലേഡീസിൻ്റെ ഇടയിൽ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ സ്പിരിറ്റ് വരുന്നത് കൊണ്ട് കുറച്ച് കൂടുതലായി കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, എക്സാമിന് പഠിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരു ലെവലിൽ എത്തിയതായിരിക്കാം, പക്ഷെ ഒരു പൊസിഷനെ ഉണ്ട് അവൾ അറ്റൈൻ ചെയ്യാൻ. ഞാൻ എത്തി എന്നുണ്ടെങ്കിൽ അടുത്തൊരു പൊസിഷൻ വരുമ്പോൾ, അവളെയും കൂടി കയറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരേപോലെ ആവില്ലേ, എന്നാൽ പിന്നെ വേറൊരാൾക്ക് കൊടുക്കാം എന്നൊരു തോട്ട് ചില ആൾക്കാരുടെങ്കിലും മനസ്സിൽ വരുന്നുണ്ട്. മെയിൽസിൻ്റെ കാര്യത്തിൽ പലപ്പോഴും അവർ പറയും അവരുടെ പുറത്തു പോയി കമ്പനി കൂടുന്ന ഹാബിറ്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു കമ്പനി ഉണ്ടാക്കുന്നതെന്ന്. ഐ മെൻ ദ ഡ്രിങ്കിങ് ഹാബിറ്റ്സ്. പക്ഷേ വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ കമ്പനി XYZ എങ്ങനെയായാലും ആണുങ്ങൾ പുറത്തു പോകുന്ന സമയത്ത് അവരുടെ ഒരു കൂട്ടായ്മ അവർക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന 1, 2, 3 ലേഡീസിനെ അവർ പലപ്പോഴും ഉയർത്തി കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ലേഡീസ് അങ്ങനെ പുറത്തു പോകുന്നത് കുറവാണ്. പക്ഷേ ലേഡീസിൻ്റെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്. ബട്ട് അത് കൂടി എന്നല്ലാതെ അവരുടെ കൂടെ ഉള്ള ഒരു ലേഡിക്ക് പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളൊരു സാധ്യത കുറച്ച് കുറവായിട്ട് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഉന്നതിയിൽ മെയിൻ പൊസിഷനിൽ എത്തുന്ന ഒരു ലേഡി, ആ ലേഡിക്ക് പലപ്പോഴും എന്താ പറയുക, ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ അറിയാം, ഒരു 50% LSGD ഇത് വരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഒരു മെയിലാണ് ഒരു പോസ്റ്റിലിരിക്കുന്നത് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഒരു ഫീമെയിൽ ആയിരിക്കണം ആ പോസ്റ്റിലിരിക്കണേ എന്നൊരു റൂളുണ്ട്. ഒരു ഫീമെയിൽ ഇവർ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. പക്ഷെ ആരാണ് ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ വള്ളി ആരുടെ അടുത്താണ് ഉള്ളത്? ഇറ്റ് ഇസ് സ്റ്റിൽ വിത്ത് ദ മെയിൽസ്. ദാറ്റ് ഈസ് വൈ ദ പാട്രിയാർക്കി സ്റ്റിൽ എക്സിസ്റ്റ്. ഇനി അത് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ലേഡി ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുത്തു എന്ന് നോക്കി. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഞാനിപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ദെൻ ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഒരു കാര്യം ഒരു സ്ഥലത്ത് ചെയ്യിപ്പിക്കുകയുണ്ടായി. ഓക്കെ, അതിന് എനിക്ക് ഇടയ്ക്ക് വന്ന ഒരു ഒപ്പീനിയൻ, അവൾ മാത്രം എങ്ങനെയാണ് ഒപ്പീനിയൻ എടുത്ത്, അവൾ എങ്ങനെയാണ് ഡിസിഷൻ, ഐ ആം ദ പ്രസിഡൻറ്റ് ഓഫ് എ പോസ്റ്റ്, സോ ഐ ക്യാൻ മേക്ക് ദ ഡിസിഷൻ, ഐ ക്യാൻ ഡു ദാറ്റ്. അവൾ എങ്ങനെയാണ് അത് എടുത്തത് ഞങ്ങളോട് പറയണ്ടേ? ഈ പറഞ്ഞ ആളുടെ ഭർത്താവായിരുന്നു തൊട്ട് മുന്നത്തെ പ്രസിഡന്റ്. അയാൾ ചെയ്തത് ആരാന്ന് ആ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് ഒരാൾക്ക് പോലും അറിയില്ല. ഓക്കെ, ദിസ് ഇസ് സിറ്റുവേഷൻ. അവരുടെ വൈഫാണ് എന്നോടത്ത് ചോദിക്കേണ്ടത്, എങ്ങനെയാണ് ആ ഡിസിഷൻ എടുക്കുക? അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഓക്കെ എപ്പോഴും വരാം. ഇപ്പം ഒരു ലേഡീസ് സംഘടന വന്നു, WCC ലേഡീസ് സംഘടന വന്നു. ലേഡീസ് സംഘടന വരുന്ന സമയത്ത് പലപ്പോഴും അതിനെക്കുറിച്ച് ആൾക്കാർ എന്താ അവിടെ നടക്കുന്നത്, ഇവരെന്താ അവിടെ ചെയ്യുന്നത്, അവർ ഇത്രയും കാലമായിട്ട് എന്തെങ്കിലും ചെയ്തോ? അമ്മ എന്ന സംഘടന അപ്പുറത്തുണ്ട്. ബേസിക്കലി അതിനെക്കുറിച്ച് നമ്മൾ ആരും ക്വസ്റ്റ്യൻ ചെയ്യാറില്ല, കാരണം അമ്മ ഒരുപാട് ചെയ്യുന്നുണ്ട്. വാട്ട് ഡു ദേ ഡു?
ആൻഡ് ഹൂ ഇസ് ദേ ടു ആസ്ക് ദാറ്റ്? ഇല്ല. ഒരു പുരുഷന്മാരുടെ ഒരു കമ്മ്യൂണിറ്റി വരുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഞങ്ങൾ അറിവുള്ള ആൾക്കാരാണ്, വി ഹാവ് മെയ്ഡ് ദാറ്റ് ഡെസിഷൻ, സോ യു ജസ്റ്റ് ക്യാരി ഓൺ. ഇൻ ദ സെയിം വേ ഫീമെയിൽസ് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു കൺസേൺ കൂടി അവിടെ ആക്കണം. നോട്ട് ഓൺലി ബിക്കോസ് അവരെ കുറ്റപ്പെടുത്തുക എന്ന് മാത്രമല്ല. അപ്പോൾ ഫീമെയിൽ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ഇവൻ്റാണ്, ചില ആൾക്കാർ വരാറുണ്ട് ഇത് എങ്ങനെ അവർ നടത്തി എന്നറിയാൻ വേണ്ടിയിട്ട്. ബട്ട് സ്റ്റിൽ ദെൻ ക്വസ്റ്റ്യനിങ് കൂടുതലാണ്. അത് ഒരു കാര്യം ഈ പറഞ്ഞ പോലത്തെ കംപ്ലീറ്റ് 100% എംപവർമെൻറ്റിലേക്ക് ഒരു ലേഡി എത്താത്തത് കൊണ്ടാണ്. നമ്മൾ എത്ര പറഞ്ഞാലും അവർ വളർന്നുകൊണ്ട് വരുന്ന സ്റ്റേജാണ്. അവരോടുള്ളൊരു കൺസേൺ പുരുഷന്മാർക്കുള്ളതോടുകൂടിയാണ് ആ ക്വസ്റ്റ്യൻ, അടിച്ചാക്ഷേപിക്കുകയല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ വല്ലതും ചെയ്തു തരണോ എന്നൊരു ചോദ്യത്തിന് പകരം ഇതിങ്ങനെ ചെയ്താൽ മതി എന്നുള്ളതാണ് അവർ പഠിച്ചിട്ടുള്ള വാക്യം. പക്ഷെ അത് ഒരാൾ നമ്മളോട് പറയുമ്പോൾ വി ഫീൽ എന്തിനാ അത് പറയണേ. സോ ബേസിക്കലി നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളിങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്യാമ്പയിൻ ലേഡീസിനെ വെച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒരു കൂട്ടായ്മയിൽ നിന്ന് എന്ത് നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത്, ഇല്ലെങ്കിൽ അടുത്തൊരു പ്രോഗ്രാം ഇവൻറ്റ് വരുന്ന സമയത്ത് ഇവരെ തന്നെ വിളിക്കുക എന്നുള്ളത്, ലൈക്ക് ലോട്ട് ഓഫ് തിങ്സ് ആർ ദർ. ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള കുട്ടികളുണ്ട്, ആ കുട്ടികൾ തന്നെ ഒരാൾ ഒരു പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ അതിലേക്ക് പുള്ളി ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതും ആ ചെയ്യുന്ന ആളെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂടെയുള്ള ഒരു മെയിൽ പറഞ്ഞു, അശ്വതിക്ക് ദേഷ്യമുണ്ട്, അശ്വതി എന്നെ കണ്ട് മൈൻഡ് ചെയ്തില്ല. ഓക്കെ, ഇത് ഒരു ചെറിയ ചെറിയ ക്ലാഷസ് ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ അയാളെ കണ്ടിട്ടില്ല. ഇത് പറഞ്ഞത് എൻ്റെ ഒരു ഫ്രണ്ടിനോടാണ്. അവൾ എടുത്ത വഴിക്ക് പറഞ്ഞു, എനിക്ക് അശ്വതി അറിയാം, അശ്വതി കണ്ടുണ്ടെങ്കിൽ വീണ്ടും കണ്ടുണ്ടാവില്ല. എനിക്കുണ്ടായൊരു സന്തോഷം അറിയോ, ദാറ്റ് പേഴ്സൺ ഇൻവേരിയബിളി എന്നെ സപ്പോർട്ട് ചെയ്തു. ദാറ്റ് ഇസ് സംതിങ് വിച്ച് യു ഡോണ്ട് ഗെറ്റ്. അയാൾ ആ സമയത്ത് ആ സ്ഥലത്ത് അവിടെ ഇല്ല, ബട്ട് സ്റ്റിൽ ദെൻ ഷീ അണ്ടർസ്റ്റുഡ്. ഞാൻ കണ്ടിരുന്നെങ്കിൽ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി സംസാരിക്കാനുള്ള ഒരാൾ, കരയല്ല കേട്ടോ, സോറി, ഇമോഷണൽ ആയതല്ല, കണ്ണിൽ പൊടി പോയതാണ്. ബട്ട് സ്റ്റിൽ ദെൻ നമുക്ക് വേണ്ടി ഇമോഷണലി സംസാരിക്കാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവുക ഒരു ഫീമെയിലിൻ്റെ അടുത്തുനിന്ന് എന്നുള്ളത്, അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ക്വാളിറ്റി. താങ്ക് യു. യെസ്.